ഹലോ, നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മളെ സുനന്ദയും നിധിയൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ സുനന്ദ നിധിയോട് പറഞ്ഞിരുന്ന് ലാസ്റ്റ് അവൾ പോയല്ലോ. സുനന്ദ എണീറ്റ് പോയല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സുധീഷ് ഗോപി സാറുമായിട്ട് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. നമ്മളെ സുധീഷ് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഗോപി സാറെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ഗോപി സാറും സുധീഷും ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. അവർ സംസാരിക്കുന്നു. സുധീഷാണെങ്കിൽ ഒടുക്കത്തെ അഭിനയമാണ്. എന്തായാലും ഡിവോഴ്സൊക്കെ പൊളിഞ്ഞല്ലോ, അതിനൊരു നന്ദി പറച്ചിൽ ഏറ്റുപറച്ചിൽ എന്നുള്ള രീതിയിലാണ് നമ്മളെ ഗോപി സാറിനോട് പെരുമാറുന്നത്. വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഫ്രൂട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. സാർ ഇത്ര ദൂരം വന്നില്ലേ, ഇത് കുടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ട്. സാർ എൻ്റെ ഏട്ടനെ പോലെയാണ് ഞാൻ സാറിനെ കണ്ടത്. സാർ എൻ്റെ വീട്ടിലൊരു കാരണവരെ പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കരയാണ്. കരയുന്ന പോലെ അഭിനയിക്കുകയാണ്, യഥാർത്ഥത്തിൽ കരയുന്നൊന്നുമില്ല. സാറേ, നിധി അന്ന് അത് സാറ് വിളിച്ചതിന് ശേഷം ആ ഡിവോഴ്സ് എന്ന വാക്ക് മിണ്ടിയിട്ട് പോലുമില്ല. അവൾ അങ്ങനെ ഡിവോഴ്സ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവൾക്ക് സാറ് ചിറ്റപ്പനെ പോലെയാണ്, ദൈവത്തെ പോലെയാണ്, എനിക്കും സാറ് എൻ്റെ ഏട്ടനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടങ്ങ് കൂട്ടി പറയുന്നുണ്ട് നമ്മുടെ സുധീഷ്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്, ചിറ്റപ്പനാണെന്ന് പറഞ്ഞു എന്ന് പോലീസ് കളിയാക്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഡിവോഴ്സ് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ നിധി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ അടുത്ത് കുറച്ച് കള്ളത്തരം കൂട്ടിയിട്ടാണ് നമ്മൾ സുധീഷ് പറയുന്നത്. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ കുറേ സുധീഷ് പറയുന്നുണ്ട്, സാറിനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ആ കല്യാണം നടന്നത് തന്നെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സാറ് ഞങ്ങൾക്ക് ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് പറയുന്നുണ്ട്. സുധീഷ് കുറേയൊക്കെ അങ്ങ് വെച്ച് വിളമ്പിയപ്പോൾ നമ്മളെ സാറിനും കുറച്ച് സംഗതി മനസ്സിലാവാൻ തുടങ്ങി. സാറ് പിന്നെ പറഞ്ഞു, അതൊക്കെ നീ അവിടെ വെച്ചേക്ക്, ആ പെൺകുട്ടിയെ ഞാൻ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി നിന്നെക്കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നേരെ തിരിച്ചെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ വിവാഹം നടത്തിയ ആ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിൻ്റെ പച്ചേർക്കിൽ കൊണ്ട് ഞാനൊന്ന് പെരുമാറിയേനെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പോലീസും ഒരുപാട് അങ്ങ് പറയുന്നുണ്ട്. എന്തായാലും പോലീസിന് കാര്യം മനസ്സിലായി, ഇവൻ കുപ്പിയിലാക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. എൻ്റെ പ്രണയത്തിന് വേണ്ടി പൊരുതി പോരാടിയ പോരാളിയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പോലീസിനെ ഇങ്ങനെ വല്ലാണ്ട് പൊക്കുന്നുണ്ട്. അവസാനം പോലീസുകാരൻ പറയുന്നുണ്ട്, ഒരു 10 രൂപയുടെ ഫ്രൂട്ടി മേടിച്ചത് നീ അങ്ങ് പുകഴ്ത്തി കഴിഞ്ഞാൽ ഞാൻ ഏമ്പക്കം വിട്ട് ഓക്കെ പറയുന്നതാണോ നീ വിചാരിച്ചത്? ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭാര്യയ്ക്കൊരു ഫോൺ വേണമെന്ന്. അങ്ങനെ ഫോണൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും പോലീസുകാരൻ വിടുന്നില്ല. നീ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാതെയാണ് പോകുന്നത്. അപ്പം നേരെ ഹോട്ടലിലേക്ക് വിടുന്നുണ്ട്. ഹോട്ടലിലേക്കും നമ്മളെ സുധീഷിനെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും സുധീഷ് ആകെ പെട്ടിട്ടുണ്ട്. സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോക്കറ്റ് മണി സുധീഷിൻ്റെ അടുത്ത് ഉണ്ടായേ പറ്റൂ എന്നുള്ളത് മനസ്സിലായി. വീട്ടിലാണെങ്കിൽ നമ്മളെ നികേഷും നിധിയും നല്ല കളിയിലാണ്. അവർ പാമ്പും കോണിയും കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ തമാശകളും കളിച്ചിരികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് നമ്മളെ സുഭാഷ് ചേട്ടൻ അങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. സുഭാഷ് ചേട്ടനാണെങ്കിൽ ഒരുമാതിരി അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് സുഭാഷ് ചേട്ടൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രാവിലെ മുതൽ ഒരേ തലവേദന എന്ന് പറയുമ്പോൾ, ഡോക്ടറെ കാണിച്ചില്ലേ എന്നൊക്കെ നമ്മളെ നിധി ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയുമ്പോൾ, എന്നാൽ നികേഷ് നീ പോയി തലവേദനേൻ്റെ മരുന്ന് മേടിച്ചിട്ടുണ്ട്, ഞാനൊരു കടുപ്പത്തിൽ ചായ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് ചേട്ടൻ കടയിൽ പോയിട്ട് മരുന്ന് മേടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ചായ ഇട്ട് കൊടുക്കുമ്പോൾ കൊടുത്തതിന് ശേഷം നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, നമ്മളെ സുഭാഷ് ചേട്ടനോട് ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുനന്ദയെ സുഭാഷ് ചേട്ടനെ മിസ് ചെയ്യുന്നില്ലേന്ന്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നാണ് സുഭാഷ് ചേട്ടൻ പറയുന്നത്. അപ്പം സുനന്ദ വേറൊരാളെ വിവാഹം കഴിക്കുന്നത് സുഭാഷ് ചേട്ടന് കുഴപ്പമില്ലേ? ഇല്ല, എനിക്കെന്ത് കുഴപ്പം എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ സുഭാഷ് ചേട്ടന് കുഴപ്പമുണ്ടെന്ന് സുഭാഷ് ചേട്ടനെ കണ്ടാൽ അറിയാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ വീടിനെ കുറിച്ചും ഈ വീട്ടുകാരെ കുറിച്ചും നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടട്ടെ, അങ്ങനെ ചിന്തിച്ചാൽ പോരെ, അതിൽ എനിക്കൊരു പ്രസക്തിയുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ്. എന്താ സുഭാഷ് ചേട്ടൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയില്ല. ആ ഒരു ആൻസറിലും സുഭാഷ് ചേട്ടൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രണയം നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരിക്കലും നടക്കാത്തൊരു പ്രണയം തുറന്നു പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, അതിൽ പ്രസക്തി ഇല്ല എന്നായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്. എനിവേ നമുക്കറിയില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും കഥയിൽ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, ഡിവോഴ്സിൻ്റെ കാര്യം വീണ്ടും തുറക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഒരു വക്കീൽ വരികയാണ് അവരുടെ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഹരീഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ പറയാണ്, നിങ്ങളെ ഏട്ടൻ സുധീഷ് ഇവിടെ ഓഫീസിൽ വന്നിരുന്നു, അവർക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല, ID കാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മളെ ഹരീഷാണെങ്കിൽ ആകെ ഞെട്ടുകയാണ്. ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഒരു ലെവലിൽ ഡിവോഴ്സോ എന്നൊക്കെ വിചാരിച്ച് അവൻ
ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ്. അവനാകെ പേടിച്ചു. കാരണം ഇങ്ങനൊരു ഡിവോഴ്സിൻ്റെ കാര്യം അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവരാണെങ്കിൽ പറയുന്നുണ്ട് അവരുടെ കല്യാണം ഇപ്പം അടുത്തല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കേസും കോടതിയൊക്കെയായിട്ട് എന്തിനാണ് നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പരിഹരിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പാവം ഹരീഷ് ഒന്നും അറിയാതെ ഷോക്കായി നിൽക്കുകയാണ്. എന്തായാലും ഹരീഷ് ഇതറിഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് വന്നിട്ട് കാര്യം തിരക്കുമായിരിക്കും. വീട്ടിലാണെങ്കിൽ ഇവിടെ നമ്മളെ സുഭാഷ് ചേട്ടന് വയ്യാത്ത സ്ഥിതിക്ക് ഇന്ന് നിധിയാണ് അടുക്കളയിൽ കയറിയിരിക്കുന്നത്. അത് കണ്ടിട്ട് നികേഷ് ആണെങ്കിൽ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. ചേട്ടത്തിയമ്മയ്ക്ക് ഒരു ഓംലെറ്റ് പോലും ഉണ്ടാക്കാൻ അറിയാതെ എല്ലാവരെയും പണി പറ്റിക്കുകയോ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയിട്ട് സുഭാഷ് ചേട്ടന് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നല്ല കളിച്ചിട്ട് തമാശയിലായി നിൽക്കുമ്പോഴാണ് നമ്മൾ സുഭാഷ് ചേട്ടൻ കടന്നു വരുന്നത്. വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് നമ്മളെ ഹരീഷ് എല്ലാം അറിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. ഹരീഷാണെങ്കിൽ നല്ല കലിപ്പോട് കൂടി വന്നിട്ട് സുധീഷിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ഭിത്തിയിലിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ ഡിവോഴ്സ് ചോദിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടനും നികേഷും എല്ലാവരും ഓടി വന്നിട്ട് ഇവരെ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹരീഷ് പറയുകയാണ് ഇവരിങ്ങനെ ചോദിച്ചു, ഡിവോഴ്സ് ചോദിച്ചു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എൻ്റെ റെഗുലർ കസ്റ്റമർ എന്താണ് ബിജു എന്നോട് ഇത് പറഞ്ഞു വർക്ക്ഷോപ്പിൽ നിന്ന്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നൊക്കെ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ സുധീഷ് അത് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനായിരുന്നു നീ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവാഹം കഴിച്ചത്? വിവാഹം കഴിഞ്ഞ് രണ്ടാം നാൾ ഡൈവോഴ്സ് ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ ചെയ്യണമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഹരീഷ് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാത്ത നമ്മുടെ നിധി പറയാണ് സുധീഷിനെ വെറുതെ വിട്ടേക്ക്, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഡിവോഴ്സ് ചോദിച്ചത് ഞാനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നികേഷ് പോയിട്ട് ചോദിക്കണം എന്താ ഏട്ടത്തിയമ്മ ഇങ്ങനെ ഡിവോഴ്സ് ചോദിച്ചു, എന്താ ഈ വീട് ഇഷ്ടമായിട്ടാണോ അല്ലോ ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയണം എനിക്ക് നന്നായിട്ട് അറിയാം എന്താ ഡിവോഴ്സ് എന്ന്, ഈ പെരുന്നുണ എന്നെ കൊണ്ടാണ് ഈ ഡിവോഴ്സ് ചെയ്യാൻ കാരണം. ഇത്രയും കള്ളത്തരം ഈ വീടിനെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഒരു നുണയ്ക്ക് മീതെ വേറെയും ഒരുപാട് നുണകൾ, ആ നുണ മറയ്ക്കാൻ വീണ്ടും നുണ. അപ്പോൾ ഇങ്ങനൊരു പെരുന്നുണേൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും ഏട്ടത്തി ഡിവോഴ്സ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഹരീഷ് ഇങ്ങനെ വിളിച്ച് പറയണം. സുഭാഷ് ഏട്ടനാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയുന്നത് കൊണ്ട് ഒന്നും തുറന്നു പറയാൻ പറ്റാതെ വളരെ മൂകനായിട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവസാനം സുഭാഷ് ഏട്ടനോട് പോയിട്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് സുഭാഷ് ഏട്ടൻ എന്തോ ഒരു കുലുക്കുമില്ലെന്ന് ചോദിക്കുകയാണ് ഹരീഷ്. സുഭാഷ് ഏട്ടൻ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് മാത്രം അറിയാത്ത നിങ്ങൾക്ക് മാത്രം അറിയുന്ന എന്ത് രഹസ്യമാണ് ഇവരുടെ ഇടയിൽ, ഇവർക്ക് എന്താണ് പ്രശ്നം, എല്ലാം തുറന്നു പറയുന്നത് നമ്മൾ ഹരീഷ് വിളിച്ചു പോകുന്നുണ്ട്. ഇനി നമ്മുടെ സുഭാഷ് ഏട്ടന് സത്യങ്ങളെല്ലാം തുറന്നു പറയുമോ, എല്ലാവരും സത്യങ്ങൾ അറിയുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.